വെൽക്കം ബാക്ക് ടു ബോബോഡോട്ടോസ്. എന്നെപ്പോലെ അറിവുള്ള കുറച്ച് പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അങ്ങനെ പറയാൻ ഞാനെങ്ങനെ പറയാൻ വേറെ ഒന്നുമല്ല. കാരണം കുറേ വണ്ടികൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സിമിലർ ആണെങ്കിലും അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കണ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ റെയർ, അതായത് ഇന്ത്യയിൽ വെറും 15 യൂണിറ്റ്സ് മാത്രം വിറ്റഴിച്ചേക്കണ എയർ സ്പെക്ക് വണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കണത്. വണ്ടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2011 മോഡൽ ഔഡി A6 വിത്ത് 3 ലിറ്റർ സൂപ്പർ ചാർജ് TFSI പെട്രോൾ എൻജിൻ. ഓഡിയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ട്യൂണർ ഫ്രണ്ട്ലി എൻജിൻ, അതായത് സ്റ്റോക്കിൽ തന്നെ 320 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസീവ് എൻജിനുള്ളൊരു വണ്ടിയാണ്. വണ്ടി നമ്മുടെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിൽ വെറും 15 വണ്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ 3 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്, ഒരു വണ്ടി സെയിലിനായിട്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ്. നമ്മുടെ വണ്ടീനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ 3rd ഓണർഷിപ്പിൽ ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങൾ, ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്പർ നമുക്ക് കേരളത്തിൽ 07 NOC ഉൾപ്പെടെ ആയി കിടക്കുന്ന ഒരു ക്ലീൻ സ്പെക്ക് ഓഡി A6 3 ലിറ്റർ സൂപ്പർ ചാർജ്ഡ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഷോറൂം കണ്ടീഷനിലാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളുള്ള, ഫുള്ളി സിസ്റ്റം ഫങ്ഷണലാണ്. പിന്നെ പാഡൽ ഷിഫ്റ്റ് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. A6ൻ്റെ മോഡിഫിക്കേഷൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ RSൻ്റെ വീൽസും അതേപോലെ തന്നെ 20 ഇഞ്ച് അലോയ്സ് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. K&Nൻ്റെ ഇൻടേക്ക് കാര്യങ്ങൾ നമ്മുടെ വണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ എക്സോസ്റ്റ് ആണ്. ഒരു കസ്റ്റം എക്സോസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് വണ്ടിയിൽ വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് സാധനം? നമ്മുടെ A6നെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ബയോയിൽ നമ്പർ കിടപ്പുണ്ട്, വിളിക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക, ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കും. അപ്പോൾ ഇതേപോലത്തെ നല്ല വണ്ടികൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കാര്യങ്ങൾ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതേപോലത്തെ കുറേ നല്ലധികം വണ്ടികളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.